السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربي صل على النبي المصطفى محمد منجي خلق من جهنم ബിശ്ശഫാഅതി ഫീ ഗദി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിയെപ്പറ്റി പറയുന്ന സന്ദർഭത്തിൽ കാന മുതബസ്സിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നവരായിരുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലുകൾ പറയുന്നിടത്ത് നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. വലിയ ആ തരത്തിലുള്ള ചിരി, അതായത് പല്ലുകളൊക്കെ അണപ്പല്ലുകൾ കാണുമാർ എന്ന് പറയുന്ന വിധം വലിയ ചിരി ചിരിച്ചിട്ടുള്ള വളരെ അപൂർവ സന്ദർഭങ്ങളിലാണ്. ആ വിധത്തിലുള്ള ഒരു സന്ദർഭം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വസായിലുൽ വുസൂൽ ഇലാ ശമാഇൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം ഇങ്ങനെ: വഖദ് ജാഅഹു അഅറാബിയ്യുൻ യൗമൻ. ഒരു ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു അഅറാബി വന്നു. അറാബി വരുന്ന സമയത്ത് വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതഗയ്യിറുൽ ലൗനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യത്തിനാണെന്നറിയില്ല, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് നബി തങ്ങളുടെ ഭാവം വ്യത്യാസപ്പെട്ട് ഇരിക്കുകയാണ്. ആ നേരത്താണ് ഈ അറാബി വരുന്നത്. അപ്പോൾ അറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലെങ്കിൽ ഈ എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ഒരു വിവരണമായ വിധത്തിൽ എന്തോ ഒരു പ്രയാസമുള്ള അല്ലെങ്കിൽ ഒരു ഗൗരവതരത്തിൽ ഇരിക്കുന്നത് എന്തോ ഗൗരവതരമായ കാര്യമുണ്ടായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഈ അഅറാബി ഉദ്ദേശിക്കാൻ ഫഖാലു ലാ തഫ്അൽ യാ അഅറാബി. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അഅറാബിയോട് പറഞ്ഞു, വേണ്ട അത് ചെയ്യണ്ട, നീ ചോദിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഅറാബി അവർ ശരിയായ ആ സംസ്കാരത്തിലെയൊക്കെ സംസ്കരിക്കപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ദഊനി ഫവല്ലദി ബഅസഹു ബിൽ ഹഖ് നബിയൻ ലാ അദഉ ഹത്താ യതബസ്സം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ റസൂലിനെ, ഈ നബിയെ നബിയായി പറഞ്ഞയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നബി ചിരിക്കാതെ ഞാൻ വിടൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ബലഗന അന്നൽ മസീഹ് യാനി അദ്ദജ്ജാൽ. അദ്ദേഹം പറയാണ്, ഈ അഅറാബി പറയണപ്പോൾ സഹാബാക്കളൊക്കെ അടുത്തുണ്ടല്ലോ. അപ്പോൾ ഈ അഅറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അങ്ങയിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണല്ലോ അവർക്ക് വിവരം കിട്ടുക. ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, എന്ത്, ദജ്ജാൽ ജനങ്ങളുടെ അരികിൽ വരും. ഖിയാമത്ത് നാളിൽ ദജ്ജാൽ വരുന്നതിന് സംബന്ധമായി അദ്ദേഹം പറയാണ് സംബന്ധിച്ചു. ദജ്ജാൽ വരും. അങ്ങനെ ദജ്ജാൽ വരുമ്പോൾ അയാൾ യതിന്നാസബിസ്സരീദ് വഖദ് ഹലകു ജുഅൻ, ജനങ്ങളൊക്കെ ഇങ്ങനെ വിശന്ന് വലഞ്ഞിട്ടിരിക്കുമ്പോൾ ദജ്ജാൽ സരീദുമായി, സരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയും അപ്പവും അല്ലെങ്കിൽ റൊട്ടി ഒക്കെ കലർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡല്ലേ, ഒരു ഭക്ഷണം. അങ്ങനെ ആ സരീദ് ഇറച്ചിയും റൊട്ടിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഭക്ഷണം, ആ ഭക്ഷണവും കൊണ്ടാണ് ദജ്ജാൽ വരുന്നത്. ആളുകളാണെങ്കിലോ ഭയങ്കര വിശപ്പിലാണ്. എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് സമർപ്പണം, നബിയെ എനിക്കൊന്ന് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഒന്നൊരു അഭിപ്രായം പറയും. ഞാൻ റൊട്ടിയൊന്നും വാങ്ങാതെ അയാൾ റൊട്ടിയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ റൊട്ടിയും ഈ സരീദായിട്ട് വരുമ്പോൾ ഞാൻ പരിശുദ്ധി പാലിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതായത് ഞാൻ അയാളത് വാങ്ങണില്ല, ദജ്ജാലിൽ നിന്നത് വാങ്ങണില്ല. അങ്ങനെ ഹത്ത ആഹ്ലിക ഹുസാലൻ, ഞാനങ്ങനെ വിശന്നിട്ട് ഞാനങ്ങനെ മരിച്ചു പോവുക. അതാണോ വേണ്ടത്? അതല്ല, അയാളിൽ നിന്ന് റൊട്ടി വാങ്ങിയിട്ട് ഞാനത് ഉപയോഗിക്കാം, ഞാനത് ഭക്ഷിക്കാം, ഇതാണോ വേണ്ടത്? ആമൻതു ബില്ലാഹി വകഫർതു ബിഹി, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ദജ്ജാലിനെ കൊണ്ട് ഞാൻ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു.
എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദജ്ജാൽ ഈ റൊട്ടി അല്ലെങ്കിൽ ഈ ശരീരമായിട്ട് വരുമ്പോൾ ഞാനത് കണ്ടിട്ട് വിശന്നിട്ട് അങ്ങനെ അവൻ്റെ വാങ്ങാതെ നിൽക്കണോ, അതല്ല അവൻ്റെ വാങ്ങിയിട്ട് കഴിക്കണോ? കാലു സഹാബാക്കൾ പറയാണ്, ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണപ്പല്ലുകൾ കാണുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി അങ്ങോട്ട് ചിരിച്ചു ഈ അഹ്റാബിയുടെ ഈ സംസാരം കേട്ടപ്പോൾ. എന്നിട്ട് സുമ്മ ഖാൽ, ആ സ്നേഹ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ 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 എന്നില്ല കേട്ടോ, ലാ എന്ന് കാണുള്ളൂ, ലാ വേണ്ട, അങ്ങനെ ചെയ്യണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബൽ യുഗ്നിക അല്ലാഹു ബിമാ അഗ്നാ ബിഹിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ ദജ്ജാലിനെ തൊട്ട് അള്ളാഹു സുരക്ഷിതത്വം നൽകിയിട്ട് അവർക്ക് നൽകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥ ഉണ്ടല്ലോ, സമാധാനപൂർണമായ അവസ്ഥ, അത് നിനക്കും അള്ളാഹു നൽകും. അതുകൊണ്ട് നീ ബേജാറാവേണ്ട ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.